ശ്രീ ജിൻഡോ, മുഖ്യമന്ത്രി എന്ത് ചെയ്തു കൊടുത്തു? വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്ന ഹൈക്കോടതി കോട്ട് ചെയ്യുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി ഈ വാങ്ങിയ പണത്തിന് തിരികെ എന്തെങ്കിലും ചെയ്തു എന്നാണെങ്കിൽ അതിന് ഈ ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് 2 തവണ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. പൈസ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ചെയ്യാൻ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് ഉപയോഗിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ ചോദ്യം? കോടതിയുടെ ചോദ്യം. ലാൻഡ് സീലിംഗ് ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടില്ല. ലാൻഡ് സീലിംഗ് ഇളവ് വേണം എന്ന ആവശ്യം നിരാകരിക്കപ്പെടുകയാണ് ആത്യന്തികമായി ഉണ്ടായത്. അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പണം വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഏർപ്പാടാണെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുത്താൽ പോരായിരുന്നോ എന്ന് കോടതി തന്നെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്വിഡ് പ്രോക്കോ നിലനിൽക്കുക? അല്ല അഭിലാഷേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് ഒരു ടെക്നിക്കൽ ഭാഗമായതുകൊണ്ട് ഇത് തീരുന്നവരെ ഒരു മിനിറ്റ് മതി, അതിനുള്ളിൽ ഇടപെടരുത്. ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ ഇടപെടാം. ഞാൻ പറയുന്നത്, ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് ഇവർ അപേക്ഷിച്ചതിന് ശേഷം 2 പ്രാവശ്യം റവന്യൂ വകുപ്പ് ആ അപേക്ഷ തള്ളിയിട്ട് മുഖ്യമന്ത്രി വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. റവന്യൂ വകുപ്പ് 2 പ്രാവശ്യവും നിയമങ്ങൾ അനുസരിച്ച് തള്ളിയിട്ടും വീണ്ടും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ട്. ഞാൻ അവിടെ വിടുകയാണ്. അതിനപ്പുറത്ത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഏജൻസികളുമാണല്ലോ. ഇനി അടുത്തത്, ഈ 2018-19 കാലഘട്ടത്തിൽ KMML എന്ന് പറയുന്ന സർക്കാർ കമ്പനി, അതായത് പൊതുമേഖലാ സ്ഥാപനം, സിന്തറ്റിക് റൂട്ടൈൽ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഈ KMML എന്ന് പറഞ്ഞ കമ്പനിക്ക് സ്വന്തമായിട്ട് ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഉള്ളപ്പോൾ തന്നെ CMRL കമ്പനിയിൽ നിന്ന് അത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. അതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2024 ജനുവരി 30 കേരള നിയമസഭയ്ക്കകത്ത് നമ്മുടെ വ്യവസായ മന്ത്രി P രാജീവ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് KMML എന്ന് പറയുന്ന കമ്പനി, പൊതുമേഖലാ കമ്പനി, സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ 2018-19 വർഷങ്ങളിൽ വാങ്ങിയ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവരം കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇനി അടുത്തത് 2023 ഡിസംബർ 18 മാത്രമാണ് ധാതുമണൽ ഖനനത്തിനുള്ള ലൈസൻസ് റദ്ദാക്കുന്നത്. 2019 കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടും എന്തുകൊണ്ട് 4 വർഷക്കാലം അതിന്മേൽ അടയിരുന്നു? ഇതെല്ലാം CMRL കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ളതെന്ന് ഒരു സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന സംശയമാണ്. അതിനപ്പുറത്ത് അന്വേഷിച്ചാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഒരു കൊലപാതകം, ഒരു മരണം നാട്ടിൽ നടക്കുമ്പോൾ പലരും ആത്മഹത്യയാണെന്ന് പറയും, പലരും പല രീതിയിൽ പറയും. അതിലൊരു സംശയമുണ്ടെങ്കിൽ സംശയത്തിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കുമ്പോഴാണ് ചിലപ്പോൾ അത് കൊലപാതകമായിട്ട് കാണുന്നത്, അതിന്റെ പുറകിലെ ഗൂഢാലോചന പുറത്തു വരുന്നത്. അപ്പൊ ഇത് മുഴുവൻ കണ്ടെത്തിയിട്ട് സാധ്യമാകുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്റെ അരുൺകുമാറെ, ഒന്നും മിണ്ടാതിരിക്കും. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയോ? എനിക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ടെന്നേ. താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി താങ്കൾ പറഞ്ഞ വസ്തുതയുണ്ടോ എന്ന്. എനിക്കൊരു ഒറ്റ കാര്യത്തിലെ വസ്തുത നിങ്ങളോട് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് 1,72,00,000 രൂപയ്ക്ക് CMRL കമ്പനിക്ക് കൊടുത്തത്? ഈ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യമൊന്നുമല്ലല്ലോ. ഈ പാർട്ടിയുടെ അടിത്തറ ഇളകാൻ പോയിട്ട് മുഖ്യമന്ത്രി ഇത്രത്തോളം ആക്ഷേപത്തിന് വിധേയനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? സ്വന്തം അച്ഛന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലും വീണ തൈക്കണ്ടിയിൽ നിന്ന് എന്ത് സേവനമാണ് കൊടുത്തത്, എന്ത് സോഫ്റ്റ്വെയർ ആണ് നിർമ്മിച്ചു കൊടുത്തത് എന്ന് പറയാൻ എന്തുകൊണ്ട് അരുൺകുമാർ പറ്റാത്തത്? ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ MS ഓഫീസ്, പവർ ബിൽഡർ ഒക്കെയാണ് കൊടുത്തതെന്ന്. അതൊക്കെ കൊടുക്കാനായിട്ട് എന്തിനാ 1,72,00,000 രൂപ? അതിനുള്ള മറുപടി താങ്കൾ പറയണ്ടേ? അടുത്തത് പറഞ്ഞത് കോടതി പറഞ്ഞു പോലും, ഇന്നത്തെ കോടതി വിധിയിൽ പറഞ്ഞു പോലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന്. ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് മുഴുവൻ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇനി ഞങ്ങൾക്ക് UDF അനുകൂല വിധി സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന്. അനുകൂല വിധി സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നില്ല. ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്? ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതിയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് U-turn എടുക്കേണ്ടി വന്നു? ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ജയ്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്ററുടെ പേര് ഈ പറഞ്ഞ വീണ വിജയന്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റേണ്ടി വന്നു? എന്തുകൊണ്ടാണ് വീണ വിജയന്റെ കമ്പനി ഡോർമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ച് പൂട്ടി പോകേണ്ടി വന്നു? ഇത്ര വകുത്തായ സേവനം കൊടുക്കുന്ന കമ്പനിക്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കമ്പനി പൂട്ടി രക്ഷപ്പെടേണ്ട സാഹചര്യം എന്തുകൊണ്ട് വന്നു? സത്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയണ്ടേ? വീണ തൈക്കണ്ടിയിൽ എവിടെയാ? ഇനി നിങ്ങൾ കുറെ കാലം കുറെ സത്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ സത്യങ്ങൾ എന്തായിരുന്നു? വീണ വിജയനെ കേട്ടില്ല പോലും. നമ്മൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. അവരുടെ പരാതി, അവരുടെ മുമ്പിൽ ഈ SFI അന്വേഷണം വന്നപ്പോഴാണ് അവർ കൊടുത്തത്. അത് പ്രകാരം 2021 ജനുവരി 29 മുതൽ 2024 ഫെബ്രുവരി 8 വരെ 15 പ്രാവശ്യത്തോളം CMRL കമ്പനി ഈ എക്സാലോജി കമ്പനിയുമായിട്ട് വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ IT ഡിപ്പാർട്ട്മെന്റ്, കമ്പനികാര്യ മന്ത്രാലയം, ROC ഇതൊക്കെ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ 2022 7 മാസം 6 പ്രതിനിധി അയച്ചു. അത് പോരാന്ന് പറഞ്ഞപ്പോ 7 മാസം 22 നേരിട്ട് ഹാജരായി.
അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടതല്ലേ? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളുടെ മറുപടി കേട്ടില്ല എന്നാ. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകളുടെ മറുപടി കേട്ടിട്ടും അതിൽ ആരോപണത്തിന് കാതലായിട്ടുള്ള കഴമ്പുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അന്വേഷണം നടക്കുന്നത്. ഇനി എന്റെ എല്ലാ സംശയങ്ങളും വിട്ടേരെ, ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുന്ന ആരോപണമായിട്ട് വിചാരിക്കൂ. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് കൊടുത്തത് അരുൺകുമാറെ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലത്തെ സേവനം കൊടുക്കാമല്ലോ. ഈ നാട്ടിലെ സാധാരണക്കാർക്കും ആ സേവനം പഠിച്ചിട്ട് ഇതുപോലെ CMRL പോലുള്ള കമ്പനിക്ക് കൊടുത്ത് ഞങ്ങൾക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമല്ലോ. ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ ആശാ വർക്കർമാരും അംഗൻവാടിക്കാരും ഈ സേവനം കൊടുത്ത് അങ്ങ് ജീവിക്കട്ടെ, അവരും രക്ഷപ്പെടട്ടെ. മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ?